ഹലോ, ഇന്ന് നമ്മളൊരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ഞാൻ ചെയ്ത് കാണിക്കാൻ പോവാണ് കേട്ടോ. കാരണം എപ്പോഴും എന്നോട് പറയും, മാം ഒരു ഫേസ് പാക്ക് ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷേ ഇന്ന് ഞാനത് ചെയ്ത് കാണിച്ചു തരുവാണ്. എൻ്റെ ഫേസിൽ തന്നെ ചെയ്ത് കാണിക്കാം. ഞാൻ പറഞ്ഞല്ലോ, സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സ്കിൻ ബ്രൈറ്റ് ആവണം എന്നുള്ളവർക്ക്, അൺഈവൺ സ്കിന്നുള്ളവർക്ക്, ഒരുപാട് ടാൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു, വേണമെങ്കിൽ നിങ്ങൾ ചാലഞ്ച് ചെയ്യാം, ഒരു 7 ടൈംസ് നമ്മളിത് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ സ്കിൻ വളരെ പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആവും കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ചെയ്ത് കാണിച്ചു തരുന്നത്. വെൽക്കം ബാക്ക് ടു ലിപ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ ഫേസ് പാക്ക് തയ്യാറാക്കേണ്ടതെന്നുള്ളതും എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എപ്പോഴും നിങ്ങൾ ഏത് ഫേസ് പാക്ക് നമുക്കെല്ലാം നമുക്ക് ചെയ്യാം, ഹോം കെയർ ആയിട്ട് എല്ലാം തന്നെ നമ്മൾ സ്കിന്നിന് കൊടുക്കാം. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ പ്രോപ്പർ സ്കിൻ കെയറും കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് സ്കിന്നിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. സ്കിൻ കെയർ ഒന്നും തന്നെ ചെയ്യാത്ത ഒരാൾ ഫേസ് പാക്കുകൾ ഇതുപോലെ വീട്ടിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന പാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ ബെറ്റർ ആക്കണം, സ്കിൻ ഹെൽത്തി ആക്കണം, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് 100% പോസിബിൾ അല്ല. അതെപ്പോഴും മൈൻഡിൽ വയ്ക്കുക. സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ചാനലിലൂടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ അത്രയും കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ് സ്കിൻ കെയർ പ്രോപ്പർ ആക്കൂ എന്നുള്ളത്. ഓരോ പ്രായത്തിലും അതിനനുസരിച്ചുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ചെയ്തിരിക്കണം. സ്കിൻ മെച്ചോർഡായതിനു ശേഷം, കുട്ടികൾക്ക് വേണമെന്നല്ല, സ്കിൻ മെച്ചോർഡായതിനു ശേഷം നമ്മൾ പ്രോപ്പർ ഒരു സ്കിൻ കെയറിലേക്ക് നമ്മൾ വരണം. അതായത് ഒരു 16 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിയിലുള്ള റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ബെറ്റർ ആയതിനു ശേഷം അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ ആയിരിക്കണം. പക്ഷേ 30 എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ 30 വയസ്സ് മുതൽ നിർബന്ധമായിട്ടും നമ്മൾ സ്കിൻ കെയർ ചെയ്തിരിക്കണം. CTM ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ എന്താ പറയുക, ഒരു എപ്പോഴും CTM അല്ലെങ്കിൽ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും അറിയാത്തത് ഇതൊക്കെ ഒരു മേക്കപ്പിൻ്റെ പാർട്ടാണോ എന്നുള്ളതാണ്. ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യുക, മോയ്സ്ചറൈസർ, ഇതിനാണ് CTM എന്ന് പറയുന്നത്. ഇത് മൂന്നും ഒരു കാരണവശാലും ഇതൊരു മേക്കപ്പ് പാർട്ടല്ല, നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമുക്ക് അതിൽ നിന്നാണ് എനർജി കിട്ടുന്നത്. നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് ഫുഡ് വേണം അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഊർജ്ജത്തിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്കിൻ ബെറ്ററായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതായത് ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ സ്കിൻ നല്ല മോയ്സ്ചർ കിട്ടും, നല്ല ഗ്ലോ ആയിട്ടും യങ്ങായിട്ട് ഇരിക്കും. അപ്പോൾ അതിന് നമുക്ക് വേണ്ടതാണ്, ബേസിക്കായിട്ട് വേണ്ടതാണ് CTM. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക്, അത് പ്രോപ്പറായതിനു ശേഷമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് സിറം എടുക്കാം, കൊളോജിൻ എടുക്കാം, വൈറ്റമിൻ C എടുക്കാം, റെറ്റിനോൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ബേസിക്, ചില ആൾക്കാർ ബേസിക് ആയിട്ടുള്ള കാര്യം പോലും ചെയ്യാറില്ല, എന്നാൽ ഡയറക്റ്റായിട്ട് പല പല സിറം യൂസ് ചെയ്യാറുണ്ട്. അതിലൂടെ സ്കിന്നിന് ഒരുപാട് പ്രോബ്ലം, നമ്മൾ വിചാരിക്കും ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് നെഗറ്റീവായിട്ടാണ് വരാറ്. നെഗറ്റീവായിട്ട് മീൻസ് ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളും, ഒരുപാട് പ്രശ്നങ്ങളും, ചിലവർക്ക് സ്കിൻ പീലായി പോകുന്നു, പല രീതിയിലുള്ള ഇഷ്യൂസ് നമുക്ക് സ്കിന്നിന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, സ്കിൻ കെയർ എന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്തു വരുന്ന ഒരാൾക്ക് ഒരു രീതിയിലുള്ള സ്കിന്നിന് പ്രോബ്ലംസും ഉണ്ടാവില്ല. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു സ്കിൻ കെയർ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഗൈഡൻസ് വേണമെന്നുള്ളവർ നമ്മൾ വാട്സപ്പ് നമ്പർ ഉണ്ട് കേട്ടോ, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതായത് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ സ്കിൻ ബെറ്റർ ആക്കേണ്ടത്, ഏത് രീതിയിലാണ് ഒരു സ്കിൻ കെയർ ചെയ്യേണ്ടത്, നമ്മളുടെ ഏജിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്കിൻ കെയർ എന്താണ് എന്നൊക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 3 മാസത്തെ നമ്മൾ പേഴ്സണൽ ഗൈഡൻസിലൂടെ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ആൻറ്റി ഏജിങ്ങിലുള്ളവരുടെ പ്രശ്നം, പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം, റിങ്കിൾസിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ പല രീതിയിൽ അൺഈവൺ സ്കിന്നായിരിക്കാം, ചിലപ്പോൾ പല പ്രൊഡക്റ്റുകൾ അറിയാതെ യൂസ് ചെയ്ത് സ്കിന്നിന് ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കെയറിലൂടെ നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കിൻ കെയർ വേണമെന്നുള്ളവർ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ 5000 റുപ്പീസ് നമുക്ക് 3 മാസത്തേക്ക് ഇതിന് ചാർജ് ഉണ്ട്, അതും കൂടെ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളുടെ പാക്കിലേക്ക് പോവാണ്. അപ്പോൾ പാക്കിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഏത് പാക്ക് ഇടുവാണെങ്കിലും ഫേസ് അല്ലെങ്കിൽ സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ പാക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മളുടെ മാജിക് ഓയിലായിട്ടുള്ള നമ്മളുടെ നാൽപ്പമനതി ഓയിൽ ടു മിൽക്ക് ക്ലെൻസറാണ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുകയും ചെയ്യാം. പ്ലസ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും അതിന് മുമ്പായിട്ട് ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് വേണം. ക്ലെൻസർ എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ് ആണ്. നമ്മൾ ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ്റെ പുറമേയുള്ള ലെയറാണ്
ക്ലിയർ ചെയ്യുന്നതെങ്കിൽ ക്ലെൻസർ എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ് ആണ്. അതിൻ്റെ ഡബിൾ എഫക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് എപ്പോഴും ഒരു നല്ലൊരു ക്ലെൻസർ ചൂസ് ചെയ്യുക. നമ്മുടെ നാൽപ്പമരാതി ക്ലെൻസറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇപ്പോൾ തന്നെ മേടിച്ച് ഉപയോഗിച്ചവരുടെ കമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു മാജിക് എന്ന് വെച്ചാൽ മാജിക് തന്നെയാണ്, മാജിക് ഓയിലാണിത്. കാരണം 100% ഞാൻ പറയില്ല, 200% ഞാൻ പറയാം, അത്രയും നിങ്ങൾക്ക് റിസൾട്ടായിരിക്കും. അതും റിങ്കിൾസ് ഉള്ളവർ, ആൻറ്റി ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യുന്നവർ, അതല്ലാതെ 10 വയസ്സിന് മുകളിൽ ആർക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലെൻസറാണ് നമ്മളുടെ ഈ ഒരു നാൽപ്പമരാതി മിൽക്ക് ക്ലെൻസർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉപയോഗിച്ച് നമുക്കൊരിക്കലും, പലവരും ചോദിക്കാറുണ്ട് മിൽക്ക് നമ്മൾ ഓയിലാണല്ലോ അപ്പോൾ സ്കിന്നിൽ ഭയങ്കര ഓയിൽ ഫീൽ ഉണ്ടാവുമോ എന്നൊക്കെ. ഒരു കാരണവശാലും ഓയിലോ, അതാണ് ഇത് മാജിക് ക്ലെൻസർ എന്ന് പറയുന്നത്. 10 വയസ്സിന് മുകളിൽ എല്ലാവർക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു മാജിക്കാണ്. 100% നാച്ചുറലാണ്, 100% ആയുർവേദിക്കാണ്. ഇതിനകത്ത് ഒരു രീതിയിലെ കെമിക്കലും ഇല്ല. സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലെൻസറാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്ലെൻസർ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലെൻസറിൻ്റെ റേറ്റ് കൂടി പറയാം. 850 രൂപയാണ് ഇത് വരുന്നത്. 100 ml ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഇനിയുള്ള ബുക്കിംഗ് എല്ലാം തന്നെ നമുക്ക് ജൂലൈ 10 ബുക്കിംഗ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് നമ്പർ നമ്മളുടെ കമൻറ്റ് ബോക്സിലുണ്ട്. സോ അതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. വളരെ കുറച്ച് നമ്മളുടെ ഈ ഒരു ക്ലെൻസർ എടുക്കുക, ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മസാജ് ചെയ്യാം. നല്ല രീതിയിൽ മസാജ് കൊടുക്കുക കേട്ടോ, ഇൻക്ലൂഡിങ് നെക്ക്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നെക്കിൽ ഫുൾ, കാരണം എൻ്റെ ഡ്രസ്സ് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഫേസ് മാത്രം കാണിക്കുന്നു. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഏത് ക്ലെൻസർ യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങളിങ്ങനെ വേണം നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട്. ഒരു 3-4 ഡ്രോപ്സ് ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഒരു മാജിക്കും കൂടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ജസ്റ്റ് നമുക്കൊന്ന് ഇത് പ്ലെയിൻ വാഷ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഫേസിൽ കംപ്ലീറ്റ് നമ്മളുടെ ഈ നാൽപ്പമരാതി ഓയിലാണ്. സോ ഇതൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ വാട്ടറിൽ, അതായത് വേറെ രീതിയിൽ പലരും ചോദിക്കും നമുക്കിത് എന്താ പറയുക സോപ്പിട്ട് കഴുകണോ എന്നൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് വെള്ളം കൊണ്ട് സാധാരണ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് ചെയ്യാം. സ്കിന്നിൻ്റെ ടെക്സ്ചർ ഭയങ്കരമായിട്ട് നമ്മൾ സോഫ്റ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ സ്കിന്നിൽ ഒരു രീതിയിലെ ഓയിലോ ഒന്നും തന്നെ നമ്മുടെ സ്കിന്നിലില്ല. ഇനി നമ്മൾ പാക്ക് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് നമ്മൾ കടലപ്പൊടി എടുക്കണം കേട്ടോ. കടലമാവ്, ബേസൻ പൗഡർ ഒരു 1 to 1.5 സ്പൂൺ നമുക്ക് എടുക്കാം. നമ്മളെ ഫേസിന് ആവശ്യമുള്ളത് എടുക്കുക. അതിലേക്ക് നമുക്ക് അത്രയും ക്വാണ്ടിറ്റി തന്നെ കേർഡ് യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മളുടെ കസ്തൂരി മഞ്ഞൾ കുറച്ചെടുക്കുക. ഒരു നുള്ളെടുക്കുന്നുള്ളൂ. കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക്, എനിക്ക് അത്രയും ഇത് ഇഷ്ടമല്ല, ഓക്കെ ആവില്ല എൻ്റെ സ്കിന്നിന്. അതുകൊണ്ട് വളരെ കുറച്ച് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അതായത് 1/4 ടീസ്പൂൺ വരെ എടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ അപ്പുറം വേറെ ഒരു എന്താ പറയുക, ഒരു ഫേസ് പാക്കിന് നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് തരാൻ പറ്റില്ല. അത്രയും സൂപ്പർബായിട്ടുള്ള റിസൾട്ടാണ് നമുക്കിതിൽ കിട്ടുക. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയണം, കസ്തൂരി മഞ്ഞൾ എടുക്കണം കേട്ടോ, നോർമൽ ടർമറിക്കല്ല.
കസ്തൂരി മഞ്ഞൾ നമ്മുടെ ആയുർവേദിക് ഷോപ്പിലെല്ലാം തന്നെ കിട്ടും. സോ അതെടുക്കുക. നന്നായിട്ട് ഒരു പാക്കിന് ആവശ്യമായ രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളാദ്യം നമ്മുടെ ഫേസിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ആദ്യം. അതിനുശേഷം ഈ പാക്ക് ഒരു 15 മിനിറ്റ്സ് നമ്മളുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കണം കേട്ടോ. 15 മിനിറ്റ്സ്, 10 to 15 മിനിറ്റ് വരെ ആദ്യം നന്നായിട്ട് മസാജ് കൊടുക്കുക. ദെൻ അതിനുശേഷം 15 മിനിറ്റ് വരെ വയ്ക്കാം. ഒരുപാട് കട്ടിക്ക് ചെയ്യരുത്. ഇപ്പം ഞാൻ ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. 1.5 സ്പൂൺ ഞാൻ കടലമാവ് എടുത്ത അതിലേക്ക് അതേ 1.5 സ്പൂൺ ഞാൻ കേർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഞാൻ മറ്റേ ഹണി ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ കുറച്ച് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നമ്മളൊരു 15 മിനിറ്റ് നമ്മൾക്ക് ഫേസിൽ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്കിപ്പോൾ 15 മിനിറ്റ് നിങ്ങൾക്ക് വെക്കാനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇത് റിമൂവ് ചെയ്തു. നിങ്ങൾ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം അറിയിക്കണം. കാരണം അത്രമാത്രം ഇത് റിസൾട്ടാണ്. പെട്ടെന്ന് നമ്മൾ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇതെന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വാഷ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ ഒരു രീതിയിൽ മതി. പാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പലവരും പാക്ക് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഭയങ്കര തിക്കായിരിക്കും, ഭയങ്കര ഹെവി ആയിരിക്കും. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഭയങ്കര തിന്നായിട്ട് എപ്പോഴും പാക്ക് ഇടുമ്പോൾ നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഒത്തിരി ഹെവി ആയിട്ടും ഒത്തിരി തിക്കായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുക. അതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല, റിസൾട്ടൊന്നും ഉണ്ടാവില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുക. അതുപോലെ പാക്ക് 15 മിനിറ്റിന് ശേഷം നമ്മളുടെ പാക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ കാണിക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ റിമൂവ് ചെയ്യുവാണ്. കാരണം ഇത് കഴിഞ്ഞിട്ടുള്ളത് കൂടെ എനിക്കൊന്ന് പറയണം. ഓക്കെ, അപ്പോൾ പാക്ക് നമ്മൾ വാഷ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലെൻസർ, നാൽപ്പമരാതി ക്ലെൻസർ ഭയങ്കര റിവ്യൂ ആണ് കേട്ടോ. ഒരു പ്രാവശ്യം ഉപയോഗിച്ചവർ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക അതിൻ്റെ റിസൾട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 100% അത് മാജിക് തന്നെയാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഏത് പ്രായത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്. 10 വയസ്സിന് മുകളിൽ ആർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. സ്കിൻ പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും. അതാണ് അതിൻ്റെ ഒരു മാജിക്ക്. അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവും എന്നുള്ളതാണ്. ഫേസ് നമ്മൾ വാഷ് ചെയ്തു. ഇത് 15 മിനിറ്റ് വയ്ക്കണം. ഞാൻ വെച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളത് 15 മിനിറ്റ് വെക്കണം കേട്ടോ. അതിനുശേഷം ഫേസ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടോൺ ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. റോസ് വാട്ടർ ആണെങ്കിലും മതി കേട്ടോ. ജസ്റ്റ് നല്ല ക്ലിയർ നല്ല റോസ് വാട്ടർ ആണെങ്കിൽ അതാണെങ്കിലും മതി. നമുക്കൊന്ന് ഞാനൊന്ന് ടോണർ ഒന്ന് കൊടുക്കുവാണേ. ഓക്കെ, ടോണർ കൊടുത്ത് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ മോയ്സ്ചറൈസർ എടുക്കുന്നു, റൈസിൻ്റെ മോയ്സ്ചറൈസർ. ഓക്കെ, ഒരു 30 സെക്കൻഡ് മതി നമ്മൾ സ്കിന്നിലേക്ക് അബ്സോർവ് ആവും. അതിന് ശേഷം നമ്മളുടെ മോയ്സ്ചറൈസർ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെയായിരിക്കണം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. ഇത് നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് ഈ പാക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഭയങ്കര റിസൾട്ടായിരിക്കുമെന്ന് വെച്ചാൽ ഒരു 7 ടൈംസ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയും സൂപ്പർബാണ്. 15 മിനിറ്റ് തന്നെ വെക്കണം. ഓക്കെ, അപ്പോൾ ഓക്കെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് വേണമെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിലും വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.